പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കോഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം വർഷ ഹയർ സെക്കൻഡറി ബിസിനസ് സ്റ്റഡീസിന്റെ 1ാം അധ്യായമാണ് നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഈ ചാപ്റ്ററിൽ നാച്ചർ ഓഫ് മാനേജ്മെന്റിന്റെ സ്വഭാവം എന്താണ് എന്ന വിഷയത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മാനേജ്മെന്റ് എന്നും മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ഇമ്പോർട്ടൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചർ ഓഫ് മാനേജ്മെന്റ് ആണ്, മാനേജ്മെന്റിന്റെ സ്വഭാവം. എന്താണ് മാനേജ്മെന്റ് നാച്ചർ, അതിന്റെ സ്വഭാവം എന്താണ്? അപ്പൊ നമുക്കറിയാം, മാനേജ്മെന്റ് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് പലതരത്തിലുള്ള മീനിങ്സ്, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്ന ഒരു മേഖലയാണ് management. The term management today has different meanings that highlight the different aspects of its nature. അതിന്റെ സ്വഭാവത്തിന്റെ പല ആസ്പെക്ട്സ്, പല ഏരിയകൾ. അപ്പോൾ അതിന് പല രീതിയിലുള്ള മീനിങ്സ് അല്ലെ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് നമുക്കിന്ന് കാണാൻ പറ്റും. അതതിന്റെ സ്വഭാവത്തിന്റെ വിവിധ വശങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാനേജ്മെന്റ് സ്വഭാവ സവിശേഷതകൾ, അല്ലെ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ അതിന്റെ നേച്ചർ അനുസരിച്ച്, സ്വഭാവം അനുസരിച്ച് പല രീതിയിലുള്ള ആസ്പെക്ട്സ്, അതുമായി ബന്ധപ്പെടുന്ന പല മേഖലകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ആർ ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് സ്വഭാവം എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ക്യാരക്ടറാണ് മാനേജ്മെന്റിന് വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് ഒന്ന്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. മാനേജ്മെന്റ് ഒരു കല എന്ന രീതിയിലാണ് പറയുന്നത്. എന്താണ് കല എന്ന് പറഞ്ഞാൽ? ടാലന്റ്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയാൻ പറ്റും നമുക്ക്? ഡാൻസ് അല്ലേ, ഓക്കെ. സിംഗ് അല്ലെ, പാട്ട് പാടാം. പിന്നെ ഡ്രോയിങ്സ് അല്ലെ, വരക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കലകളാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ ആവശ്യമാണ്? അപ്പൊ നമുക്കതിന് എന്താണ് സ്കിൽ ആവശ്യമാണ് അല്ലെ. ഒരു സ്കിൽ, ഒരു പരിശീലനം അല്ലെ, ഒരു പരിജ്ഞാനം വേണം അല്ലെ, ഒരു എന്താണ് വിദഗ്ധമായ ഒരു പരിശീലനം ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നല്ലൊരു ഡാൻസറായിട്ട് മാറുന്നത്. നല്ലൊരു സിംഗർ എപ്പോഴും പാടി എന്താണ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അയാൾ നല്ലൊരു സിംഗറായിട്ട് മാറുന്നത്. അതുപോലെ നല്ല ആർട്ടിസ്റ്റ് നല്ലോണം വരച്ചിട്ടാണ് അയാൾ ഒരുപാട് ചിത്രങ്ങൾ വരച്ചു അല്ലെ, പ്രാക്ടീസ് ചെയ്തിട്ടാണ് അയാൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ആർട്ടിസ്റ്റ് ദ സ്കിൽഡ് ആൻഡ് പേഴ്സണൽ അപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ് ടു അച്ചീവ് ഡിസൈർഡ് റിസൾട്ട്. അതാണ് ഇത് സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ അപ്ലിക്കേഷൻ അല്ലെ. സ്കിൽഫുൾ എന്ന് പറയുന്നത്, സ്കിൽഫുൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ അല്ലെ, നമ്മൾ പരിശീലനം അല്ലെങ്കിൽ പേഴ്സണൽ അപ്ലിക്കേഷൻ, വ്യക്തിഗത പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രയോഗത്തിലൂടെ ഒരു സ്കിൽ, ഒരു കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമുക്ക് നിലവിലുള്ള ഒരു അറിവ് നമ്മൾ കുറച്ചുകൂടി പ്രാക്ടീസിലൂടെ അതിന്റെ പരിശീലനത്തിലൂടെ ഒരു പ്രത്യേക റിസൾട്ട് നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു നമ്മൾ ആർട്ട് എന്ന് പറയും, ഒരു കല എന്ന് പറയും അല്ലെ. നമ്മൾ ഡാൻസ് ഒരു കലയാണ്, മ്യൂസിക് ഒരു കലയാണ്, ഡ്രോയിങ് ഒരു കലയാണ്. ഇതൊക്കെ നമുക്കൊരു സ്കില്ലുണ്ടാവും, നമുക്ക് അതിനുള്ളൊരു കഴിവുണ്ടാവും അല്ലെ. നമുക്ക് വരക്കാനൊരു കഴിവുണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ വരക്കാൻ പറ്റില്ല അല്ലെ, എല്ലാവർക്കും ഒരേപോലെ പാടാൻ പറ്റില്ല അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്തായിട്ട് മാറും, യേശുദാസോ അല്ലെ, എസ് ജാനകിയൊക്കെ ആയിട്ട് മാറും. പക്ഷെ എല്ലാവർക്കും എന്താ പറ്റില്ല, നല്ല രീതിയിൽ പാടാൻ പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ പാടാൻ പറ്റുന്ന നമ്മളൊരു സ്കില്ലാണ്, നമ്മളൊരു കഴിവാണ് അല്ലെ. അവിടെ നമ്മൾ പേഴ്സണലായിട്ട് അപ്ലിക്കേഷൻ, അതിന് നമ്മൾ പ്രായോഗിക പരിശീലനം കൂടി നേടുന്നതിലൂടെയാണ് അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കും, നമുക്കൊരു വ്യക്തിപരമായ ഒരു കഴിവുകൾ, അതുപോലെ എന്താണ് പേഴ്സണൽ അപ്ലിക്കേഷൻ, നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തിപരമായി പ്രയോഗിക്കണം, എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് അറിവുള്ള ഒരു നോളജ്, അത് നമുക്കൊരു കഴിവുള്ള പിന്നെ അറിവ് എന്ത് ചെയ്യണം, നമുക്ക് നിലവിലുള്ള ഒരു അറിവ് നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശീലനത്തിലൂടെ മെച്ചപ്പെടുത്തുന്നതാണ് നമ്മൾ ആർട്ട് എന്ന് പറയും. അപ്പൊ ഇറ്റ് ഹാസ് എ സ്കിൽഫുൾ ആൻഡ് പേഴ്സണൽ അപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് നോളജ്. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ആർട്ട്. ആർട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ? ഒന്ന്, എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ് അല്ലെ. എന്താണ് തിയറിറ്റിക്കൽ നോളജ് എന്നുള്ളത്? തത്വപരമായിട്ടുള്ള ഒരു അറിവ് അതിനകത്തുണ്ടാവും. അത് നമ്മളിപ്പോൾ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് എടുക്കുമ്പോൾ അതിനെന്താണ്, ഇതിൻ്റെതായ ഒരു തിയറി ഉണ്ട് അല്ലെ, അതിനൊരു
എന്താണ് തത്വപരമായ ഒരു അറിവുണ്ടാവും. അതിൻ്റെ ബേസ് ഓരോ ഡാൻസും ഇപ്പം നമ്മൾ മോഹിനിയാട്ടം അല്ലെ ഭരതനാട്യം അങ്ങനെ ഓരോന്നും അതിൻ്റെതായ തിയറിറ്റിക്കൽ പാർട്ടുണ്ട് അല്ല. അതിൻ്റെ ഒരു തത്വപരമായ സിദ്ധാന്തപരമായ ഒരു ഇതെന്ത് നോളജ് അത് എങ്ങനെയാണ് ഡാൻസിൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പോൾ അതിന് പറഞ്ഞ എല്ലാ ആർട്ടിനും ഇപ്പം നമ്മൾ ഡ്രോയിങ്സ് വരക്കുന്നതിനും അതിൻ്റെതായ ഒരു തിയറി ഉണ്ട് അല്ലേ. അപ്പോൾ പാടുന്നതിനും അതിൻ്റെതായ ചില തിയറി തത്വങ്ങളുണ്ട്. അപ്പോൾ തത്വപരമായ അറിവ് ഉണ്ടായിരിക്കണം അല്ലേ. ഒരു ആർട്ടാകുമ്പോൾ അതിന് തത്വപരമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതൊരു ആർട്ട് എടുത്തു കഴിഞ്ഞാലും ഏതൊരു കഥ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും അവിടെ അതിൻ്റെതായ തിയറിറ്റിക്കൽ നോളജ് കാണാൻ പറ്റും. രണ്ടാമത് തന്നെ മറ്റൊരു ഫീച്ചേഴ്സ് തന്നെ എന്താണ് പേഴ്സണൽ അപ്ലിക്കേഷൻ. പേഴ്സണലൈസ്ഡ് അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു ഓരോരാളും പ്രാക്ടീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ കലയിൽ മികച്ചതായി മാറുന്നത് നല്ലൊരു പാട്ടുകാരനായി മാറുന്നത്. അയാൾ എപ്പോഴും എന്താ സാധനം ചെയ്തുകൊണ്ടിരിക്കുക, അയാൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഒരു നല്ല മ്യൂസിഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് അയാൾ എന്താണ് ഒരുപാട് പരിശീലനം പേഴ്സണൽ അപ്ലിക്കേഷൻ. പേഴ്സണൽ അപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അവർ പ്രായോഗികമായിട്ട് പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ പേഴ്സണലായിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ പരിശീലനം നേടിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടുന്നത്. അപ്പോൾ ആർട്ടിന് അവിടെ ഒരു പേഴ്സണൽ അപ്ലിക്കേഷൻ നമ്മളത് പേഴ്സണലായിട്ട് അതിന് നമ്മൾ താല്പര്യം കാണിക്കണം അല്ലേ. എല്ലാവരും നമുക്ക് എന്താ പറ്റില്ല നിർബന്ധിച്ച് പാട്ട് പാടിക്കാനോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ഒരു ഡ്രോയിങ് ചെയ്യിക്കാനോ പറ്റില്ല. അതൊക്കെ അതിന് പേഴ്സണലായിട്ടുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലേ. എന്താണ് പ്രാക്ടീസ് പരിശീലനമാണ്. നമ്മൾ പരിശീലനം പിന്നെ ക്രിയാത്മകത ക്രിയേറ്റിവിറ്റി. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് നല്ല പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റും, നല്ല ഐഡിയാസ് ഉണ്ടാവും അല്ലേ. ചില ആളുകൾ വരച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക രീതിയിൽ നമുക്കതിന് എന്താ പല മീനിങ്ങും പല അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും അതിന് അർത്ഥം പിക്ചറുകൾക്ക്. അതൊരിക്കലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഒരു ക്രിയാത്മകത അല്ലേ. എന്നാൽ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ടാവും ചില ആളുകൾക്ക്. അതുപോലെ ചില ഡിസൈൻ ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ വളരെ എന്താണ് അർത്ഥമൊത്തം വളരെ മനോഹരം വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അദ്ദേഹം സം ക്രിയേറ്റിവിറ്റി അത് ക്രിയാത്മകത ഉണ്ടാവണം. അതുപോലെ പ്രാക്ടീസ് സ്ഥിരമായിട്ട് നമ്മൾ പരിശീലിക്കാം. പാർട്ടീസ് ബേസ്ഡ് ഓൺ എന്താണ് പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ല. പരിശീലനവും ക്രിയാത്മകതയുമാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളൊരു ഡാൻസ് ആയാലും അല്ലെങ്കിൽ ഒരു ആർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കല എടുത്തു കഴിഞ്ഞാൽ എന്താണ് വികസിപ്പിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രാക്ടീസ് പരിശീലനത്തിലൂടെയും അതുപോലെ അയാളുടെ ക്രിയാത്മകതയിലൂടെയാണ് അയാൾ അവതരിപ്പിക്കുന്ന രീതിയാണ് അല്ല. ചില പിന്നെ സിനിമ നടന്മാരൊക്കെ നമുക്ക് കാണാം അവരുടെ പ്രസന്റ് അല്ലെ അവർ ആ ഒരു വിഷയം അവതരിപ്പിക്കുന്ന രീതികൾ അത് ക്രിയേറ്റിവിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാക്ടീസ് പരിശീലനവും അതുപോലെ എന്ത് ചെയ്യാം ക്രിയാത്മകതയും ഉണ്ടായിരിക്കണം എന്ന് പറയും. ആർട്ട് എന്ന് പറയുമ്പോൾ അതിന് എന്താണ് പ്രാക്ടീസ് പരിശീലനം ഉണ്ടായിരിക്കണം അതുപോലെ ക്രിയേറ്റിവിറ്റി ക്രിയാത്മകതയും ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആർട്ട് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് നോക്കുക ഇനി മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ഒരു ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിന് പറഞ്ഞത്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ മാനേജ്മെന്റ് ഉണ്ടോ? വൈ മാനേജ്മെന്റ് ഈസ് കോൾഡ് എൻ ആർട്ട്? അപ്പോൾ മാനേജ്മെന്റ് ഒരു കലയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ മാനേജേഴ്സ് പ്രാക്ടീസസ് ദ ആർട്ട് ഓഫ് മാനേജിങ് ഡേ ടു ഡേ ജോബ് ഇൻ എൻ ഓർഗനൈസേഷൻ ഓർ എന്റർപ്രൈസ് ബേസ്ഡ് ഓൺ സ്റ്റഡി ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു മാനേജർ എന്ന് പറയുമ്പോൾ എന്താണ് മാനേജർ അയാൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ. ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ദിവസവും ഒരേ രീതിയായിരിക്കില്ല, പല രീതിയിലുള്ള ഇഷ്യൂസ് അവിടെ വരാം അല്ലെ. അപ്പോൾ അതിനെപ്പറ്റി അയാൾ സ്റ്റഡി ചെയ്യുന്നു, അതിനെപ്പറ്റി അയാൾ ഒബ്സർവ് ചെയ്യും നിരീക്ഷിക്കുന്നു. അതുപോലെ എക്സ്പീരിയൻസ് ഓരോ ദിവസവും ഉണ്ടാകുന്ന അയാളുടെ അനുഭവങ്ങൾ ഇത്രയും കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യും അത് പ്രാക്ടീസാണ് അയാൾ പരിശീലിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു മാനേജർ ഉണ്ടാവും ഓരോ ദിവസവും ഓരോ ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും ഒരേപോലെയുള്ള ഇഷ്യൂസ് ആയിരിക്കില്ല അല്ലെ. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം ഒരു ഓർഗനൈസേഷനിൽ അല്ലെ ഒരു സ്ഥാപനത്തിൽ എന്ത് ചെയ്യാം പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അത്തരത്തിൽ ഇഷ്യൂസിന് എന്ത് ചെയ്യുന്നു അയാൾ ഡേ ടു ഡേ ഓരോ കാര്യങ്ങളും അതിനെ പഠിച്ചുകൊണ്ട് അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എക്സ്പീരിയൻസിലൂടെയും അയാളുടെ എന്താണ് ഒബ്സർവേഷൻ നിരീക്ഷണത്തിലൂടെയും പഠനത്തിലൂടെയും എന്താണ് അയാൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം മാനേജേഴ്സ് ആർ പ്രാക്ടീസ് ദെയർ ഡ്യൂട്ടീസ്. സോ എന്താണ് നമുക്ക് പറയാം നേരത്തെ നമ്മൾ പറഞ്ഞു ആർട്ട് എന്ന് പറയുമ്പോൾ പ്രാക്ടീസിലൂടെയാണ് മെച്ചപ്പെടുന്നത്. അതുപോലെ മാനേജേഴ്സും എന്താണ് ഓരോ ദിവസവും ഓരോ ഇഷ്യൂ ആയി പ്രാക്ടീസ് ചെയ്യുകയാണ് അവർ. അതിലേക്ക് ഓരോ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും എന്താണ് ദേ മേക്ക് പ്രാക്ടീസ് ബൈ മാനേജിങ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ എന്റർപ്രൈസ്. ഓക്കെ എന്താണെന്ന് പറഞ്ഞാൽ ദർ ആർ വേരിയസ് തിയറീസ് ഓഫ് മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിൽ ഒരു തിയറിറ്റിക്കൽ ബേസ്ഡ് ഒരു സിദ്ധാന്തപരമായ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മാനേജ്മെന്റും എന്താണ്
മാനേജ്മെന്റിനും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്, തത്വങ്ങളുണ്ട്. സച്ച് പ്രിസ്ക്രൈബ് സർട്ടൻ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമുക്ക് മാനേജ്മെന്റിനും അതുമായി ബന്ധപ്പെട്ട ചില പ്രിൻസിപ്പിൾസ്, ചില തത്വങ്ങളുണ്ട്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകാം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ മാനേജ്മെന്റിനും അതിൻ്റെതായ ചില തത്വങ്ങളുണ്ട്. അപ്പോൾ മാനേജ്മെന്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ സം തിയറീസ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആർട്ടിലും ചില തിയറീസ് ഉണ്ടായിരിക്കും പറഞ്ഞു. അപ്പോൾ അതുപോലെ മാനേജ്മെന്റ് ഒന്നും മാനേജ്മെന്റ് ഓൾസോ ഇറ്റ്സ് ഓൺ തിയറീസ്. അപ്പോൾ നമുക്കറിയാം തിയറീസിനെ പറ്റി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. മാനേജ്മെന്റ് തിയറീസ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെടുന്ന ബുക്സ് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ ലഭ്യമാണ്. അപ്പോൾ മാനേജ്മെന്റിനും നമുക്ക് പറയാം എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ തിയറീസ്. അപ്പോൾ നമ്മൾ നേരത്തെ ആർട്ട് പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് എന്താണ്, ഒരു തിയറി ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ തിയറീസ്. അതുപോലെ തന്നെ പറഞ്ഞത് എ മാനേജർ അപ്ലൈസ് ദിസ് acquired knowledge in personalized and skill manner in the light of realities of a given situation. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് അയാളുടെ നോളജ്, അയാൾ നേടിയിരിക്കുന്ന അറിവുകൾ, അത് നമുക്കറിയാം മാനേജ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് ബോഡി ഓഫ് നോളജ്. ഒരു സ്റ്റഡി മേഖലയാണ്, പഠന മേഖലയാണ് മാനേജ്മെന്റ്. അപ്പോൾ ഈ മാനേജ്മെന്റ് പഠന മേഖലയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അക്വയർ ചെയ്യുന്ന അറിവുകൾ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ വ്യക്തിപരമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, അല്ല അപ്ലൈ ചെയ്യണം, അപ്ലിക്കേഷൻ ഓഫ് അക്വയർഡ് നോളജ്. അപ്പോൾ അങ്ങനെ അയാളുടെ പേഴ്സണൽ കഴിവുകൾ, ചില മാനേജേഴ്സ് എന്ത് ചെയ്യാം, പ്രോബ്ലം വളരെ ഈസിയായി സോൾവ് ചെയ്യും. ചില മാനേജേഴ്സ് എന്താണ്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും. They make some problems itself. അവർ തന്നെ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാക്കാം ചില ആളുകൾ. അപ്പോൾ ചില മാനേജേഴ്സ് ഉണ്ട്, അത് അവരുടെ ഒരു പേഴ്സണൽ കഴിവുകൾ അതിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ആർട്ട് നമ്മൾ പറഞ്ഞ വ്യക്തിപരമായ ചില കഴിവുകൾ, അല്ലെ, പേഴ്സണലൈസ്ഡ് സ്കിൽ അവിടെ വരുന്നുണ്ട്. വ്യക്തിപരമായ കഴിവുകൾ മാനേജേഴ്സിനും നമുക്ക് കാണാൻ പറ്റും. മാനേജേഴ്സിനും നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായ കഴിവുകൾ കാണാം. അപ്പോൾ മാനേജേഴ്സും എന്താണ്, അല്ല മാനേജ്മെന്റും നമുക്ക് എന്താ പറയാം, അങ്ങനെയാണ് മാനേജ്മെന്റും ഒരു ആർട്ടാന്ന് പറയാം. അല്ല മാനേജേഴ്സിനും എന്താണ്, they have their own personalized skills to solve the problems. ചില ആളുകൾ എന്നാൽ ചില മാനേജേഴ്സ് നമുക്ക് കാണുമ്പോൾ ചില ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാൽ അവരെന്താണ് വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസ് അവർ പഠിക്കുകയും അത് സോൾവ് ചെയ്യും, അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. മറ്റു ചില മാനേജേഴ്സ് എന്താണ്, അവർ പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും മാനേജേഴ്സ്. അപ്പോൾ അതാണ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്കില്ല്, അല്ലെ. നമ്മൾ നേരത്തെ ആദ്യത്തെ പറഞ്ഞ മാനേജേഴ്സിന് എന്താണ്, ഒരു പേഴ്സണൽ സ്കിൽ ആവശ്യമാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് എന്താ പറയാം, അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്താ പറയാം, മാനേജ്മെന്റ് ഈസ് എ ആർട്ട് എന്ന് പറയാം. അപ്പൊ മാനേജ്മെന്റ് കലയാണ്. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ ഒന്ന് നമ്മൾ പറഞ്ഞ എന്താണ്, അതിന് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ്, അല്ലെ, ഒരു തിയറിയുടെ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസിലൂടെ അത് നമുക്ക് എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അവന് പേഴ്സണൽ ആയിട്ടുള്ള കഴിവുകൾ, മാനേജേഴ്സിന് പേഴ്സണൽ ആയിട്ടുള്ള കഴിവുകൾ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്താ പറയാം, മാനേജ്മെന്റ് ഈസ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ഒരു കലയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ഒരു ശാസ്ത്ര ശാഖയാണെന്നോ. അപ്പോൾ മാനേജ്മെന്റ് ഒരു ശാസ്ത്രമാണോ? അപ്പോൾ എന്താണ് ശാസ്ത്രം, എന്താണ് സയൻസ്? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഈസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് എക്സ്പ്ലെയിൻസ് certain general truths or the operations of general laws. അപ്പോൾ നമ്മൾ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള ജനറൽ ട്രൂത്ത്, പൊതുവായ സത്യങ്ങൾ, അല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണ്, ഒരു ബോഡി, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്, എന്താണ്, ക്രമീകരിച്ചിരിക്കുന്ന ഒരു പഠന മേഖലയാണെന്ന് പറയാം, അല്ലെ. നമുക്കറിയാം സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, എല്ലാ കാര്യങ്ങളും ബൈ എക്സ്പെരിമെന്റ് ആണ്, അല്ലെ, പരീക്ഷണത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും തെളിയിക്കപ്പെടുന്നത്. സയൻസ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്സ്. അത് ഓപ്പറേഷൻസ് ഓഫ് ജനറൽ ലോസ്, പൊതുവായിട്ടുള്ള തത്വങ്ങൾ. ഓരോ തത്വങ്ങളും സയൻസിൽ ഉണ്ടാകുന്ന ഓരോ തത്വങ്ങളും ഇപ്പൊ നമുക്ക് ഓരോ എക്സ്പെരിമെന്റ്സിലൂടെയാണ് ഓരോ കാര്യങ്ങളും തെളിയിക്കപ്പെടുന്നത്, അല്ലെ, ബേസ്ഡ് ഓൺ സം എക്സ്പെരിമെന്റ്സ്. അപ്പോൾ അത് ക്രമീകരിക്കപ്പെട്ട ഒരു പഠന ശാഖയാണ്, പഠന മേഖലയാന്ന് പറയാം, ബോഡി ഓഫ് നോളജ്. അപ്പൊ അവിടെ നമുക്ക് എല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ടായി, എന്തുകൊണ്ട് സംഭവിക്കുന്നു. അപ്പൊ സയൻസിലാകുമ്പോൾ ഓരോ കാര്യങ്ങളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതിനുള്ള വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
സിസ്റ്റമാറ്റിക് ആയിട്ട് പറയാൻ പറ്റും. അതാണ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. ഒരു എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളജ്, ക്രമീകരിക്കപ്പെട്ട പഠന മേഖലയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് സെർട്ടൻ ജനറൽ ട്രൂത്ത്, പൊതുവായിട്ടുള്ള ചില സത്യങ്ങൾ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ദ ഓപ്പറേഷൻസ് ഓഫ് ജനറൽ ലോസ്, പൊതുവായിട്ടുള്ള ചില നിയമങ്ങൾ, തത്വങ്ങളൊക്കെ നമുക്ക് സയൻസിൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സയൻസ്, സയൻസ് ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് സവിശേഷതകൾ ഒന്ന് പറഞ്ഞാൽ എന്താണ് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. നേരത്തെ പറഞ്ഞ എന്താണ് ക്രമീകരിക്കപ്പെട്ട ഒരു പഠന മേഖലയാണ്, അല്ല ക്രമീകൃതമായിട്ടുള്ള ഒരു പഠന മേഖലയാണ്. എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ആണ്, എല്ലാത്തിനും കൃത്യമായ ക്രമം ഉണ്ടായിരിക്കും. പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അത് നമ്മൾ ഓരോ പ്രിൻസിപ്പിൾസും, അതായത് സയൻസിൽ പറയുന്ന ഓരോ തത്വങ്ങളും എന്താണ് ബേസ്ഡ് ഓൺ കോസ് ആൻഡ് ഇഫക്റ്റ്, കാരണങ്ങളുണ്ടാവും പ്രത്യാഘാതങ്ങളും, അതിന് റിലേഷൻഷിപ്പ് ഉണ്ടാവും, ബന്ധം അല്ലെ. എന്തുകൊണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റിസൾട്ട്, കാരണം ഉണ്ടാവും അതിന്റെ റിസൾട്ട്, എഫക്റ്റ് ഉണ്ടാവും, അതിന്റെ പ്രത്യാഘാതം എന്താണ്. അപ്പോൾ ഓരോ പ്രിൻസിപ്പിൾസ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഓരോ കാര്യങ്ങൾക്കും എന്താണ് കൃത്യമായ കാരണങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും കൃത്യമായിട്ട് വിശദീകരിക്കാൻ വേണ്ടി ഇവിടെ കാണിക്കാൻ പറ്റും, സയൻസിൽ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിനെ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഓരോ കാര്യങ്ങളും പറയുന്നതിന് വ്യക്തമായ എന്തുണ്ടാവും കാരണങ്ങളുണ്ടാവും. അതേപോലെ ഓരോ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇഫക്റ്റ് ഉണ്ടായിരിക്കുക, അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിന് എന്താ പറയുന്നത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചേഴ്സ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. എല്ലാ പ്രിൻസിപ്പിൾസും എല്ലാ തത്വങ്ങളും എന്താണ് പരീക്ഷണങ്ങളിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത്. അപ്പൊ സയൻസിന് നമ്മൾ വെറുതെ ഒരു കാര്യം പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും എന്താണ് വ്യക്തമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെടുന്ന തത്വങ്ങളാണ് അല്ലെ. ഓരോ തത്വങ്ങളും നമ്മൾ എടുത്തു സയൻസിൽ ഉണ്ടാകുന്ന ഓരോ റൂൾസോ അല്ലെങ്കിൽ ഓരോ സിദ്ധാന്തങ്ങളും എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി എക്സ്പെരിമെന്റിലൂടെ തെളിയിക്കപ്പെട്ടതായിരിക്കും. അപ്പൊ എല്ലാ തിയറീസിനും എന്തുണ്ടാവും ഒരു എക്സ്പെരിമെന്റിന്റെ ബേസ് അല്ലെ, ഒരു എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെടുന്നതാണ് അല്ലെ, ഫോം ചെയ്യുന്നതാണ് സയൻസിൽ ഉണ്ടാകുന്ന പ്രിൻസിപ്പിൾസ് അല്ലെ തത്വങ്ങൾ എന്ന് പറയാം, അല്ലെ സിദ്ധാന്തങ്ങൾ തത്വങ്ങളും ഒക്കെ സയൻസിനുമായിട്ട് ബന്ധപ്പെടുന്ന ശാസ്ത്രവുമായി ബന്ധപ്പെടുന്ന തത്വങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടവയാണ് അല്ലെ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് എന്ത് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ്. അപ്പൊ സയൻസുമായി ബന്ധപ്പെട്ട തത്വങ്ങളും സിദ്ധാന്തങ്ങളും എന്താണ് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാണ് അല്ലെ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തതാണ് ശാസ്ത്ര മേഖലയിലുള്ള പ്രിൻസിപ്പിൾസും തത്വങ്ങളും സിദ്ധാന്തങ്ങളും. നെക്സ്റ്റ് വരുന്നത് യൂണിവേഴ്സൽ വാലിഡിറ്റി ആണ്. യൂണിവേഴ്സൽ വാലിഡിറ്റി എന്താണ് എല്ലാവർക്കും സ്വീകാര്യത ഉണ്ടാവും അല്ലെ, എല്ലാ ആളുകൾക്കും എല്ലാ മേഖലകളിലും അത് സ്വീകാര്യതയായിരിക്കും. യൂണിവേഴ്സൽ വാലിഡിറ്റി ആണ്. അപ്ലിക്കബിൾ ടു എവരിവെയർ. നമ്മൾ സിദ്ധാന്തം സയൻസിൽ ഒരു സിദ്ധാന്തം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് എല്ലാ മേഖലകളിലും അതുമായി ബന്ധപ്പെടുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും അംഗീകരിക്കപ്പെട്ടതായിരിക്കും അത്, ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം എക്സ്പെരിമെന്റ്സ്. അതായത് ഒരു എക്സ്പെരിമെന്റുകൾ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അതിന് പൊതുവായിട്ടുള്ളൊരു അംഗീകാരം ഉണ്ടായിരിക്കും അല്ലെ, പൊതുവായിട്ട് എല്ലാവരും എന്താണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നതായിരിക്കും എന്ത് സയൻസിൽ ഉണ്ടാകുന്ന തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ. അപ്പൊ സയൻസിൽ ഉണ്ടാകുന്ന തത്വങ്ങളും സിദ്ധാന്തങ്ങളും എന്താണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ്. കാരണം എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം എക്സ്പെരിമെന്റ്സ് ഓർ ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ഓൺ ദ ബേസ് ഓഫ് സം എക്സ്പെരിമെന്റ്സ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു സയൻസ് എന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഈസ് എ സയൻസ് ബിക്കോസ് മാനേജ്മെന്റ് ഹാസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. മാനേജ്മെന്റ് എന്തുണ്ട് ക്രമീകൃതമായ ഒരു പഠന ശാഖയാണ് അല്ലെ, പഠന മേഖലയാണ് നമുക്ക് പറയാം. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെന്റിനും എന്തുണ്ട് അതിൻ്റെതായ സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഉണ്ട് അല്ലെ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ് ചാപ്റ്ററിൽ. ഡിഫറെന്റ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കാൻ പറ്റും. മാനേജ്മെന്റും എന്താണ് ഒരു ക്രമീകൃതമായ പഠന മേഖലയാണ് നമുക്ക് പറയാം, ബിക്കോസ് ഇറ്റ്സ് ഓൺ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓർ പ്രിൻസിപ്പിൾസ്. അപ്പൊ അതിനും അതിൻ്റെതായ മാനേജ്മെന്റിനും അതിൻ്റെതായ സ്വന്തമായിട്ടുള്ള സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇത്തരം തത്വങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം വി ഹാവ് എ നമ്പർ ഓഫ് ബുക്സ് ആർ അവൈലബിൾ ഓൺ ദ ബേസ് ഓൺ തിയറീസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകൾ അല്ലെ, ഒരുപാട് കോഴ്സുകളൊക്കെ നടക്കുന്നത്, MBA, BBA അങ്ങനെ ഒരുപാട് കോഴ്സുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്
ബോഡി ഓഫ് നോളജ് എന്ന് പറയാം. അപ്പം സയൻസിനെ പോലെ തന്നെ മാനേജ്മെന്റ് എന്താണ്, ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഹാവ് ഇവോൾവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ബേസ്ഡ് ഓൺ റിപ്പീറ്റഡ് എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് തിയറീസ് അല്ലെ, മാനേജ്മെന്റ് തത്വങ്ങളൊക്കെ എന്താണ് എക്സ്പെരിമെന്റേഷനിലൂടെ, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഓൾസോ ഡെവലപ്ഡ് ത്രൂ ഔട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ബേസ്ഡ് ഓൺ സം എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. പല രീതിയിലുള്ള സ്ഥാപനങ്ങളിൽ, പല രീതിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലും എന്താണ് നടപ്പിലാക്കി, നിരീക്ഷിച്ച് നടപ്പിലാക്കി പരീക്ഷണം നടത്തിയിട്ടാണ് ഇത്തരം എന്ത് ചെയ്യുന്നത് മാനേജ്മെന്റ് തിയറിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെ ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് തിയറീസും ഉത്ഭവവും എന്താണ് ഓൺ ദ ബേസ് ഓഫ് സം എക്സ്പെരിമെന്റേഷൻസ് ആൻഡ് ഒബ്സർവേഷൻസ്. അപ്പോൾ ചില പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വിവിധ ഓർഗനൈസേഷൻ, വിവിധ സ്ഥാപനങ്ങളിൽ, വിവിധ രീതിയിലുള്ള സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കി നിരീക്ഷിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത തത്വങ്ങളാണ് എന്താ മാനേജ്മെന്റ് തത്വങ്ങളും ഇതുപോലെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റ് തത്വങ്ങളും നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പൊ സയൻസ്, നേരത്തെ നമ്മൾ സയൻസ് പറഞ്ഞതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും എന്താണ് ഡെവലപ്ഡ് ഓൺ ദ ബേസ് ഓഫ് സം എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻസ് ഇൻ ഓർഗനൈസേഷൻസ്. അപ്പൊ നമ്മൾ വിവിധ തരത്തിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ പല സമയങ്ങളിലായിട്ട് എന്ത് ചെയ്യാം നടപ്പിലാക്കിയും പരീക്ഷണം നടത്തിയും ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ മാനേജ്മെന്റ് സിദ്ധാന്തങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സയൻസ് പോലെ തന്നെ മാനേജ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഓൾസോ ഡെവലപ്ഡ് ഓൺ ദ ബേസ് ഓഫ് സം എക്സ്പെരിമെന്റ്സ് ആൻഡ് ഒബ്സർവേഷൻ ടേക്കൺ പ്ലേസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ പല രീതിയിലുള്ള സ്ഥാപനങ്ങളിൽ എന്താ ചെയ്യാം പരീക്ഷണം നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് തത്വങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ നോട്ട് ആസ് എക്സാക്ട് ആസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ്. അപ്പൊ നമുക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സയൻസ് പോലെ പൂർണ്ണമായിട്ടും എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, they have to be modified according to given situation. ചിലപ്പോൾ നമ്മൾ എല്ലാ സാഹചര്യങ്ങൾക്കും അതേപോലെ എന്താ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചില ഒരു ഓർഗനൈസേഷനുള്ള സാഹചര്യം ആയിരിക്കില്ല മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പൊ ഈ പ്രിൻസിപ്പിൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറ്റില്ല മാനേജ്മെന്റ് ഒരു എക്സാക്ട് സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് എ സയൻസ്. എന്നാലും അതൊരു ശാസ്ത്ര മേഖലയാണ്. കാരണം നമുക്ക് ഒരു കൃത്യമായ ഒരു പഠന മേഖലയുണ്ട്. അതുപോലെ ബേസ്ഡ് ഓൺ സം തിയറീസ്, ചില തിയറികളെയും സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ തിയറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ചില പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മാനേജ്മെന്റ് സയൻസ് ആണെന്ന് പറയാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്ട് സയൻസ്. എന്താണ് ഒരു മറ്റ് ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ ഒരു യഥാർത്ഥ ശാസ്ത്രശാഖയാണ് മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻ. കാരണം നമ്മളിപ്പം പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് ആണ് ബിസിനസ്സിന് കൂടുതലായിട്ട് മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതിന് മാനേജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ക്യാരക്ടേഴ്സ് അല്ലെ, അവരുടെ സ്വഭാവങ്ങൾ ഇപ്പം ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അപ്പൊ ചില തിയറീസ് നമുക്ക് ചിലപ്പോൾ എന്താ പറ്റില്ല ചില സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സിറ്റുവേഷൻ അനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും മാനേജ്മെന്റ് എന്താ പറ്റില്ല ഒരു സയൻസ് ആണ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സയൻസ്. മൂന്നാമത് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. എന്താ ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ what is mean by profession? ഒരു എക്സാമ്പിൾ പറഞ്ഞ പ്രൊഫഷൻ ഡോക്ടർ. ഓക്കെ, then advocate, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ട്. വെരി ഗുഡ്. ഇതൊക്കെ എന്താണ് പ്രൊഫഷൻ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എന്താ ഇതിന്റെ പ്രൊഫഷൻ എന്ന് പറയാൻ കാരണം എന്താ? വൈ ദേ ആർ കോൾഡ് പ്രൊഫഷണൽസ്. എല്ലാവർക്കും ഡോക്ടർ ആകാൻ പറ്റുമോ? നോ. അപ്പൊ ഡോക്ടർ ആണെങ്കിൽ മിനിമം എന്ത് വേണം? എഡ്യൂക്കേഷണൽ ക്വാളിഫൈഡ് മിനിമം. അത് മെഡിസിനുമായി ബന്ധപ്പെട്ട ഡിഗ്രി എന്തെങ്കിലും ക്വാളിഫൈ ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ അഡ്വക്കേറ്റ് ആണ് LLB എങ്കിലും പാസ്സായിരിക്കണം മിനിമം. ചാർട്ടേഡ് അക്കൗണ്ട് CA പാസ്സായവർക്ക് മാത്രമേ ചാർട്ടേഡ് അക്കൗണ്ട് ആകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് അവരൊരു വിദഗ്ധ തൊഴിൽ മേഖലയാണ് അല്ലെ, വൈദഗ്ധ്യം നേടിയ തൊഴിൽ മേഖല. ആ മേഖലയിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു വിദഗ്ധ തൊഴിൽ മേഖല എന്ന് പറയും. മാനേജ്മെന്റ് ഒരു വിദഗ്ധ തൊഴിൽ മേഖലയാണോ അല്ലെ വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിൽ മേഖലയാണോ?
അപ്പൊ നമ്മൾ നോക്കാം ഒരു ഓർഗനൈസേഷൻ എന്താണ് ഓർഗനൈസേഷൻ ലുക്ക് ഫോർ ഇൻഡിവിജ്വൽസ് വിത്ത് സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ടു മാനേജ് ദം അല്ലെ. ഇതാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന് എന്താണ് എങ്ങനെയുള്ള വ്യക്തികളെയാണ് ആവശ്യം വരുന്നത്? ക്വാളിഫൈഡ് അല്ലെ, യോഗ്യതയുള്ളതും പരിചയ സമ്പന്നരുമായ ആളുകളെയാണ് സാധാരണ എന്ത് ചെയ്യുക ബിസിനസ് സ്ഥാപനങ്ങൾ ആവശ്യമായി വരുന്നത്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യമായി വരുന്നത് എങ്ങനെയുള്ളതാണ്? ക്വാളിഫൈഡ് ആയിരിക്കണം, യോഗ്യത ഉള്ളതായിരിക്കണം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അതുപോലെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ, പരിചയ സമ്പത്തും ഉള്ള ആളുകളെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക കൂടുതലായിട്ട് നമ്മൾ മാനേജേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. മാനേജ്മെന്റ് മേഖലയിലേക്ക് സാധാരണയായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ആളുകൾക്ക് എന്തായിരിക്കണം? വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രൊഫഷനും വൈ മാനേജ്മെന്റ് ഈസ് കോൾഡ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് ഒരു വിദഗ്ധ തൊഴിൽ മേഖലയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ നോക്കുക, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്താണ് പ്രൊഫഷൻ? അപ്പൊ പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ ഒന്നാണ് ഒന്ന് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് അക്വയർഡ് ത്രൂ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് കൃത്യമായി ക്രമീകരിക്കപ്പെട്ട ഒരു ബോഡി ഓഫ് നോളജ് അല്ലെ, പഠന മേഖലയാണ്. അക്വയർഡ് ത്രൂ ഇൻസ്ട്രക്ഷൻസ്, പഠനത്തിലൂടെ നമ്മൾ നിരന്തരമായ പഠനത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു നോളജ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റഡി ഏരിയ അല്ലെ, ഒരു പഠന മേഖലയാണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഒരു സെപ്പറേറ്റ് പഠന മേഖലയാണ്, ഒരു പ്രത്യേക പഠന മേഖലയാണ്. അതിന് അതിൻ്റെതായ തിയറീസ് ഉണ്ട്, അതിൻ്റെതായ ബുക്കുകളുണ്ട്, അതിൻ്റെ സിലബസുകളുണ്ട്, അതിൻ്റെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരൊക്കെ മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം അല്ലെ, ഒരുപാട് കോഴ്സുകളുണ്ട്. അവരൊക്കെ എന്താണ് മാനേജ്മെന്റ് വിവിധ മേഖലകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പിന്നെ മെഡിസിൻ ആയാലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ LLB വക്കീലായാലും അല്ലെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ ആയാലും എന്താണ് അവരൊക്കെ എന്താണ് അവർക്ക് അവരുടേതായ ചില സിലബസുകളും പഠന മേഖലയുണ്ട് അല്ലെ. അതുപോലെ മാനേജ്മെന്റ് എന്താണ് അതിൻ്റെതായ ചില മേഖലകളുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു പ്രൊഫഷൻ ആകുമ്പോൾ എന്താണ് അതിന്റെ പ്രൊഫഷന് അതിൻ്റെതായ ഒരു എന്താണ് ക്രമീകൃതമായിട്ടുള്ള ഒരു പഠന മേഖല ഉണ്ടായിരിക്കും, കൃത്യമായി സിസ്റ്റമാറ്റിക്കാണ്, വെൽ ഡിഫൈൻഡ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു MBBS കോഴ്സ് എടുക്കുമ്പോൾ അതിന് എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത്? കൃത്യമായ സിലബസുകളുണ്ട് അല്ലെ. LLBക്ക് കൃത്യമായ ചില സിലബസുകളുണ്ട്, അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതിനും പ്രാക്ടീസും പഠനം ഒക്കെ ഉണ്ട് അല്ലെ. ഇത് അതുകൊണ്ട് നമ്മൾ അതിന് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷൻ എന്താണ്? ഇറ്റ് ഹാസ് എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് അക്വയർഡ് ത്രൂ ഇൻസ്ട്രക്ഷൻ. നമ്മൾ പഠനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന നോളജ് ആണത്. റെസ്ട്രിക്റ്റഡ് എൻട്രി, കാരണം എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിത പ്രവേശനമാണ്. എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറായിട്ട് മാറാൻ പറ്റില്ല അല്ലെ. എല്ലാ ആളുകൾക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ പറ്റില്ല, എല്ലാ ആളുകൾക്കും വക്കീലാകാൻ പറ്റില്ല. അപ്പോൾ LLB പാസ്സായവർക്ക് മാത്രമേ ആ ഒരു മേഖലയിലേക്ക് വരാൻ പറ്റൂ. അപ്പോൾ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, നിയന്ത്രിത പ്രവേശനമാണ്. എൻട്രി റെസ്ട്രിക്റ്റഡ് ടു എക്സാമിനേഷൻ ഓർ ത്രൂ അക്വയറിംഗ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മളൊരു പരീക്ഷയിലൂടെ അല്ലെങ്കിൽ എന്താ വിദ്യാഭ്യാസത്തിലൂടെ അതിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡോക്ടർ ആകണമെങ്കിൽ മിനിമം മെഡിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ആ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ വക്കീലാകണമെങ്കിൽ എന്താണ് മിനിമം LLB എങ്കിലും പാസ്സായവർക്ക് മാത്രമേ ആ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെങ്കിൽ CA പാസ്സായ ആളുകൾക്ക് മാത്രമേ ആ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പോൾ എൻട്രി റെസ്ട്രിക്റ്റ് ആണ് ബൈ എന്താണ് ഒരിക്കൽ ചില എക്സാമിനേഷൻ ആയിരിക്കും, പരീക്ഷകളായിരിക്കും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അക്വയറിംഗ് നോളജ് ഓർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടുന്നതാണ് ആ മേഖലയിലേക്കുള്ള പ്രവേശനം. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ പാസ്സാകുന്നതിലൂടെ പരീക്ഷ പാസ്സാകുന്നതിലൂടെ നിയന്ത്രിക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും നിയമില്ല, അവിടെ പ്രവേശനം ഇല്ല, ആ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അതിന്റെ പ്രവേശനം റെസ്ട്രിക്ട് ചെയ്യുക, നിയന്ത്രിക്കുകയാണ്. നിയന്ത്രിത പ്രവേശനമാണ്. അപ്പൊ നിയന്ത്രിത പ്രവേശനം ഒന്നുകിൽ പരീക്ഷകൾ പാസ്സാകണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന എക്സാമിനുകൾ പാസ്സാകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആവശ്യമായ വിദ്യാഭ്യാസം ആ മേഖലയിൽ നേടിയിരിക്കണം. തേർഡ് വൺ വരുന്നത് എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് ആണ്. ഇവിടെ എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് വ്യക്തികൾക്ക് അല്ലെ ആ ഇൻഡിവിജ്വൽസിന് എന്താവും സ്വഭാവ സവിശേഷത, അത് എന്താണ് പിന്നെ അവരുടെ പെരുമാറ്റ ചട്ടങ്ങൾ എങ്ങനെ പെരുമാറണം. അപ്പോൾ ബോർഡ് ബൈ എ കോഡ് ഓഫ് കോണ്ടക്ട് വിച്ച് ഗൈഡ്സ് ദ ബിഹേവിയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പോൾ അതിന്റെ മെമ്പേഴ്സിന്റെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമ്മളൊരു ഡോക്ടേഴ്സ് ആണെങ്കിൽ
ആ ഡോക്ടേഴ്സ് എങ്ങനെ പെരുമാറണം, രോഗികളോട് എങ്ങനെയാണ് പെരുമാറിയിരിക്കേണ്ടത്, അവർ പിന്നെ അവരുടെ പ്രൊഫഷനോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ള ജനങ്ങളോട് എങ്ങനെ പെരുമാറണം, കൃത്യമായ കോഡ് ഓഫ് കോണ്ടക്ട്, പെരുമാറ്റ ചട്ടം ഉണ്ടായിരിക്കും. അപ്പം അതുപോലെ പിന്നെ എന്താണ്, ഇപ്പം വക്കീലാണെങ്കിൽ ലോയേഴ്സ് ആണെങ്കിൽ ആ ലോയേഴ്സ് അവരുടെ ക്ലയൻസിനോട് എങ്ങനെ പെരുമാറണം, കോടതിയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, കൃത്യമായ പെരുമാറ്റ ചട്ടങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രൊഫഷൻ ആകുമ്പോൾ ഇറ്റ് ഹാസ് സം എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിന് കൃത്യമായ ഒരു എന്താണ് പെരുമാറ്റ ചട്ടം ഉണ്ടായിരിക്കും. അതിന് പ്രത്യേകം നിയന്ത്രിക്കാൻ വേണ്ടി പ്രത്യേക പ്രൊഫഷണൽ ബോഡി ഉണ്ടായിരിക്കും. ഇപ്പം ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ദേ ഹാവ് ടു ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മെമ്പർ ആയിരിക്കും. ആ IMA ആണ് ഇതിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് ഫോം ചെയ്യുന്നത്. അതുപോലെ വക്കീലാണെങ്കിൽ എന്താണ് ഇവിടെ ബാർ കൗൺസിൽ ഉണ്ടാവും, ഓരോ സ്റ്റേറ്റിനകത്തും ബാർ കൗൺസിൽ ഉണ്ടാവും. ആ ബാർ കൗൺസിലാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ കോഡ് ഓഫ് കോണ്ടക്ട് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ പ്രൊഫഷനും അതിൻ്റെതായ എന്താണ് ഒരു പ്രൊഫഷണൽ ബോഡി അവിടെ ഉണ്ടാവും. ആ പ്രൊഫഷണൽ ബോഡി ഒരു കോഡ് ഓഫ് കോണ്ടക്ട്, ഒരു പെരുമാറ്റ ചട്ടം ഡെവലപ്പ് ചെയ്ത് അതനുസരിച്ച് മാത്രമേ അതിനകത്തുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണ്? സർവീസ് മോട്ടീവ്, സേവന മനോഭാവം ഉള്ള ആളുകളായിരിക്കും. ഇപ്പൊ സെർവ് ദെയർ ക്ലയൻസ് ഇൻട്രസ്റ്റ് ബൈ റെൻഡറിങ് ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്മിറ്റഡ് സർവീസസ്. അപ്പോൾ അവർ ഡെഡിക്കേറ്റഡ് ആയിരിക്കും, അതായത് ആ ഒരു മേഖലയിൽ അവരെന്താണ് പൂർണ്ണമായിട്ടും സമർപ്പിതമായ ജോലി ചെയ്യുക. അപ്പൊ അവരുടെ ക്ലയൻസ്, അവരുടെ കക്ഷികൾ, ഇപ്പം ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗികളായിരിക്കും, വക്കീലാണെങ്കിൽ അവരുടെ കക്ഷികളായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് എന്താണ് പരമാവധി സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അപ്പൊ ഇത്തരം പ്രൊഫഷണലുകൾ എന്താണ് സർവീസ് മോട്ടീവാണ്, സേവനോന്മുഖരായിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പൊ സേവനോന്മുഖമായ ഒരു മേഖലയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു മേഖലയിൽ അവരെന്താണ് ഡെഡിക്കേറ്റഡ് ആയിരിക്കും, അതുപോലെ കമ്മിറ്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൂർണ്ണമായിട്ട് അവരുടെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ അവരുടെ ക്ലയൻസിന്, അവരുടെ കക്ഷികൾക്ക് ആവശ്യമായ അവരുടെ കക്ഷികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ എന്ത് ചെയ്യാം സേവനങ്ങൾ നന്നായി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഫീച്ചർ പറയുന്നത്. അപ്പൊ സർവീസ് മോട്ടീവാണ്, സേവനോന്മുഖമായ ഒരു മേഖലയാണ് പ്രൊഫഷൻ എന്ന് പറയാം. കാരണം ഇവിടെ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ്. ഡോക്ടേഴ്സ് ആയാലും ലോയേഴ്സ് ആയാലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാലും പ്രൊവൈഡ് ദെയർ സർവീസ്, അവരുടെ സേവനങ്ങളാണ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണ് പറയാം, മാനേജ്മെന്റ് ഒരു വിദഗ്ധ തൊഴിൽ മേഖലയാണെന്ന് പറയാൻ എന്താണ് കാരണം? അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞത് പ്രൊഫഷൻ ആകുമ്പോൾ അതിനൊരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടായിരുന്നു പറയുന്നത് അല്ലേ. അപ്പൊ അതിന് പ്രത്യേക പ്രിൻസിപ്പിൾസ്, കറസ്പോണ്ടിങ് വെൽ ഡിഫൈൻഡ് പ്രിൻസിപ്പിൾസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാനേജ്മെന്റിനും എന്താണ് അതിൻ്റെതായ സിസ്റ്റമാറ്റിക്കൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സിലബസ് അല്ലെ, ഇറ്റ്സ് ഓൺ കോഴ്സസ്, ഇറ്റ്സ് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എവരിത്തിങ്. അപ്പൊ നമ്മൾ നേരത്തെ പ്രൊഫഷണൽ പറയുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്, മാനേജ്മെന്റിലും ഉണ്ട്. കാരണം മാനേജ്മെന്റ് ഒരു ക്രമീകൃതമായ പഠന മേഖലയാണ്. അതിന് കൃത്യമായ സിലബസുകളും കോഴ്സുകളും അല്ലെ, പിന്നെ എന്താണ് അതിന്റെ ആവശ്യമായ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക മാനേജ്മെന്റും ഒരു പ്രൊഫഷണൽ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ എന്താണ് ഇവിടെ റെസ്ട്രിക്റ്റഡ് എൻട്രി അല്ല, പ്രൊഫഷണൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ എനിവൺ ബീങ് ഡെസിഗ്നേറ്റഡ് ഓർ അപ്പോയിന്റഡ് ആസ് മാനേജർ. അപ്പോൾ ആളെ നമ്മൾ മാനേജറാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ, മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, അത് കൃത്യമായിട്ട് എവിടെയും പറയുന്നില്ല. ബട്ട് പ്രൊഫഷണൽ നോളജ് ആൻഡ് ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ ടു ബി ഡിസൈറബിൾ ഓർഗനൈസേഷൻ. പല ഡിസൈഡ് ക്വാളിഫിക്കേഷൻസ്. അപ്പൊ നമുക്കൊരു പ്രധാനപ്പെട്ട പറഞ്ഞ ഇവിടെ നോക്കുക, ബട്ട് പ്രൊഫഷണൽ നോളജ് ആൻഡ് ട്രെയിനിങ് ഈസ് കൺസിഡേർഡ് ടു ബി എ ഡിസൈറഡ് ക്വാളിഫിക്കേഷൻ. അപ്പൊ നമ്മളൊരു മാനേജ്മെന്റിനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെസ്ട്രിക്റ്റഡ് എൻട്രി ഇവിടെ ഇല്ല. ആർക്കും എന്താ ആരെയും മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാം. ബട്ട് മോസ്റ്റ് എന്താണ് പ്രിഫേർഡ് ക്വാളിഫൈഡ് പേഴ്സൺസ് അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ്, യോഗ്യരായ ആളുകളെയാണ്, യോഗ്യതയുള്ള ആളുകളെയാണ് സാധാരണ രീതിയിൽ ഓർഗനൈസേഷൻസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഒരു പാർഷ്യൽ റെസ്ട്രിക്ഷൻ എന്ന് പറയാം. പൂർണ്ണമായിട്ടും അവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഡോക്ടേഴ്സ് ആവണമെങ്കിൽ മെഡിക്കൽ ഡിഗ്രി, മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മേഖലയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റൂ. അതേപോലെ ലോയേഴ്സ് ആണെങ്കിൽ മിനിമം LLB അല്ലെ, നിയമ വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ വക്കീലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഒരു മാനേജർ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് MBA ഉണ്ടായിരുന്നത് ഇന്ന് ഡിഗ്രി പാസ്സാകണമെന്ന് എവിടെയും പറയുന്നില്ല. ആരെയും ഏത് ഓർഗനൈസേഷനിലും ആരെയും മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാം. പക്ഷെ സാധാരണ നോർമലി ദേ പ്രിഫർ ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് പ്രൊഫഷണൽസ്.
അവരാണ് സാധാരണയായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ നല്ല യോഗ്യതയുള്ള വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ എന്താണ് എക്സ്പീരിയൻസും ഉള്ള ആളുകളെയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻ എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇവിടെ മാനേജ്മെന്റ് കാര്യത്തിൽ. അതുപോലെ there are several association of practicing managers in India like AIMA All India Management Association ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ മെഡിസിൻ ആണെങ്കിൽ IMA പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് പിന്നെ ഇത് ലോയേഴ്സ് ആണെങ്കിൽ ബാർ കൗൺസിൽ എന്ന് പറഞ്ഞു അല്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയിൽ മെമ്പർ ആയിരിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് മാനേജ്മെന്റിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഓർഗനൈസേഷൻ ഇല്ല. പക്ഷേ സം ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് പ്രാക്ടീസിങ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ മാനേജ്മെന്റ് പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചില അസോസിയേഷൻ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ചില അസോസിയേഷനുകളുണ്ട്. പക്ഷേ ഈ അസോസിയേഷനിൽ മെമ്പർ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നേരത്തെ മറ്റേ പ്രൊഫഷണൽ ഇപ്പം മെഡിക്കൽ ആണെങ്കിൽ IMA മെമ്പർ ആയിരിക്കണം, ലോയർ ആണെങ്കിൽ ബാർ കൗൺസിൽ മെമ്പർ ആയിരിക്കണം. അവിടെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രൊഫഷണൽ ബോഡി നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സം അസോസിയേഷൻസ് വിച്ച് സപ്പോർട്ട് ദ മാനേജേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചില അസോസിയേഷനുകൾ ഉണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പൂർണ്ണമായിട്ട് നമുക്ക് എന്താ പറ്റില്ല, ഒരു പ്രൊഫഷണൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അവിടെ പ്രൊഫഷണൽ ബോഡി എന്ന് പറയാൻ പറ്റില്ല. സം അസോസിയേഷൻസ് ടു സപ്പോർട്ട് ദ മാനേജേഴ്സ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വരുന്നത് ദ ബേസിക് പർപ്പസ് ഓഫ് മാനേജ്മെന്റ് ഈസ് ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് സ്റ്റേറ്റഡ് ഗോൾസ്. അപ്പൊ മാനേജ്മെന്റിന്റെ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്, എന്താണ് ഓർഗനൈസേഷന്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഗോൾ അല്ലെ, ലക്ഷ്യമുണ്ട്. ഓരോ ഓർഗനൈസേഷനും അതിന്റെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് ഒരു മാനേജറിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾ അല്ലെ, അടിസ്ഥാനപരമായ അവരുടെ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ദെയർ ഗോൾസ്. ഇപ്പൊ ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണെന്ന് പറയാം. അപ്പൊ മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, മാനേജ്മെന്റ് ഒരു വിദഗ്ധ തൊഴിൽ മേഖലയാണോ, ഇപ്പൊ വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു മേഖലയാണോ? അപ്പൊ നമ്മൾ പറയുന്നത് വൈദഗ്ധ്യമുള്ള ആവശ്യ മേഖല, വിദഗ്ധ തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അല്ലെ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇറ്റ് ഹാസ് സം സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അപ്പൊ നമ്മൾ പറഞ്ഞു മാനേജ്മെന്റും എന്താണ് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. അതിന് അതിൻ്റെതായ സിലബസുകളുണ്ട്, ബുക്കുകളുണ്ട്, കോഴ്സുകളുണ്ട് അല്ലെ, സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ഉണ്ട്. സ്റ്റഡി മേഖല പഠന മേഖലയാണ് മാനേജ്മെന്റ്, ഒരു പ്രത്യേക പഠന മേഖലയാണ്. അതിൽ വൈദഗ്ധ്യം ആളുകൾക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനെന്താണ്, അത് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിന് ചില അസോസിയേഷനുകൾ, നേരത്തെ നമ്മൾ പ്രൊഫഷണൽ ബോഡി ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ടെന്നത്, പ്രൊഫഷണൽ ബോഡി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കൃത്യമായിട്ടൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബോഡി ഇല്ലെങ്കിലും ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ പോലുള്ള ചില പ്രൊഫഷണൽ അസോസിയേഷനുകൾ എന്ത് ചെയ്ത് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിലെ അവർക്ക് ആവശ്യമായ ഗൈഡ് ലൈൻസ് കൊടുക്കാൻ വേണ്ടി എന്താ ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് അവർ നമ്മൾ പ്രാക്ടീസ് അല്ല, മാനേജേഴ്സിന് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, ദേ ക്യാൻ പ്രാക്ടീസ് ഇൻ ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ടു അച്ചീവ് നോളജ്. അപ്പോൾ അതിൽ പ്രാക്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ബോഡി ആകുമ്പോൾ അവിടെ പ്രാക്ടീസ് ആവശ്യമാണ്. ഇപ്പം ലോയേഴ്സ് ആയാലും അതുപോലെ ഡോക്ടേഴ്സ് ഒക്കെ ആയാലും അവർ ആദ്യം ഒരു പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ആ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ അതുപോലെ മാനേജേഴ്സിനും പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു ഇറ്റ് ബേസ്ഡ് ഓൺ സം പ്രിൻസിപ്പിൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് അല്ലെ, കൃത്യമായ തത്വങ്ങളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഫഷണൽ ബോഡികൾക്കുള്ള ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ഒരു പ്രൊഫഷനായിട്ടും കണക്കാക്കാം. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് ഒരു ആർട്ടാണ്, ഒരേ സമയം ഇറ്റ് ഈസ് എ സയൻസ് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് എ പ്രൊഫഷൻ. ഇപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ശാസ്ത്ര ശാഖയാണെന്ന് പറയാം, ഇതൊരു ഒരു കലയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതൊരു വിദഗ്ധ തൊഴിൽ മേഖല കൂടിയാണ് മാനേജ്മെന്റ്. ഇതാണ് മാനേജ്മെന്റ് സ്വഭാവം, നാച്ചർ ഓഫ് മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് നമ്മൾ അതിന്റെ 3 ആസ്പെക്ട്സുകളാണ്, 3 മേഖലകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മാനേജ്മെന്റ് ആസ് എ ആർട്ട്, മാനേജ്മെന്റ് ഒരു കലയാണ്. അപ്പോൾ ഒരു കലയ്ക്ക് ഉണ്ടായിരിക്കേണ്ട, ഒരു കലാവൈഭവത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും ഏകദേശം മാനേജ്മെന്റിനും ഉണ്ട്. അതുകൊണ്ട് മാനേജ്മെന്റ് നമുക്കൊരു കലയായിട്ട് കണക്കാക്കാം. അതുപോലെ ശാസ്ത്ര ശാഖയ്ക്ക് ആവശ്യമായ ചില പെക്യുലാരിറ്റീസ് ഒക്കെ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട് മാനേജ്മെന്റ് നമുക്കൊരു ശാസ്ത്ര ശാഖയായിട്ടും പരിഗണിക്കപ്പെടാം. അതേപോലെ തന്നെ എന്താണ്, ഒരു വിദഗ്ധ തൊഴിൽ മേഖലക്ക് ആവശ്യമായ ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ട്
മാനേജ്മെന്റ് നമുക്ക് ഒരു പ്രൊഫഷനായിട്ടും ഒരു വിദഗ്ധ തൊഴിൽ മേഖലയായിട്ടും പരിഗണിക്കപ്പെടാം. ഇതാണ് മാനേജ്മെന്റ് സ്വഭാവം, നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് സ്വഭാവം, മാനേജ്മെന്റ് ആസ് എ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും സമയം ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ക്ലാസ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.